Good morning. Today we are going to discuss another type of problem from the third module, that is the design of cantilever beam. നമ്മൾ ഓൾറെഡി തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്ന ബീമിൻ്റെ ഡിസൈൻ എന്നുള്ളത് പറഞ്ഞായിരുന്നു അല്ലേ. അതിൽ തന്നെ ആദ്യം സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമുകളായിരുന്നു കണ്ടത്. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് കാൻറ്റിലിവർ ബീമാണ്. വി നോ ദാറ്റ് കാൻറ്റിലിവർ ബീമിൽ എന്താണ്, വൺ എൻഡ് ഫിക്സഡും അത് എൻഡ് ഫ്രീ ആയിരിക്കും. നമുക്ക് ഫിഗറിൽ കാണാം അല്ലേ. അവിടെ മാക്സിമം വരുന്ന ഷിയർ ഫോഴ്സ് എത്രയായിരിക്കും, WL-ഉം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ WL²/2 ആയിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടി അറിയാം. കാൻറ്റിലിവർ ബീമിൽ നമുക്ക് ഡിഫ്ലക്ഷൻ ലോഡ് വരുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫ്ലക്ഷൻ നടക്കും. ആ ഡിഫ്ലക്ഷൻ നടക്കുമ്പോൾ അതിൽ ടോപ്പിൽ it will be experiencing a tensile force and the bottom it will be experiencing a compressive force അല്ലേ. ടോപ്പിൽ ടെൻഷനും ബോട്ടത്തിൽ കംപ്രഷനും ആയിരിക്കും. ആൻഡ് we know that we are providing that മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ്. എവിടെയായിരിക്കും മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ്? ബെൻഡിങ് മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക ടെൻഷൻ സൈഡിലായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ടെൻഷൻ സൈഡിലാണ് കാൻറ്റിലിവർ ബീമിൽ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. കാൻറ്റിലിവർ ബീം എന്ന് പറയുമ്പോൾ വൺ എൻഡ് ഫിക്സഡ് ആണ്, അതർ എൻഡ് ഫ്രീ ആണ്. അവിടെ വരുന്ന മാക്സിമം ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് W×L ആണ്. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് WL²/2 ആണ്. ദെൻ നാലാമത്തെ പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് ടെൻഷൻ ടോപ്പിലാണ്, അതായത് ന്യൂട്രൽ ആക്സിസിന് മുകളിലായതുകൊണ്ട് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ന്യൂട്രൽ ആക്സിസിന് മുകളിലായിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. നമുക്ക് നമുക്കതിലൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഡിസൈൻ എ കാൻറ്റിലിവർ ബീം ഓഫ് ക്ലിയർ സ്പാൻ 2.7 മീറ്റർ ക്യാരിയിങ് എ സൂപ്പർ ഇമ്പോസ്ഡ് ലൈവ് ലോഡ് ഓഫ് 10 kN/m. യൂസ് M25 ഗ്രേഡ് കോൺക്രീറ്റ് ആൻഡ് Fe415 ഗ്രേഡ് സ്റ്റീൽ. അപ്പോൾ ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കാൻറ്റിലിവർ ബീം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗിവൺ ദ ക്ലിയർ സ്പാൻ ആസ് 2.7 മീറ്റർ ആൻഡ് ക്യാരിയിങ് എ സൂപ്പർ ഇമ്പോസ്ഡ് ലൈവ് ലോഡ്, ദാറ്റ് മീൻസ് ലൈവ് ലോഡ് ഇസ് ഈക്വൽ ടു 10 kN/m. യൂസ് M25 ഗ്രേഡ് കോൺക്രീറ്റ് ആൻഡ് Fe415 ഗ്രേഡ് സ്റ്റീൽ അല്ലേ. FCKയും FYയുടെ വാല്യൂം തന്നിട്ടുണ്ട്. സോ സ്റ്റെപ്പ് 1 is given details as usual. Then step 2 is a calculation of effective depth. Effective depth calculated as per IS 456-2000 clause 23.2.1. As per this clause, for cantilever beam, L/D ratio should not be it should be less than 7 അല്ലേ. അപ്പോൾ നമുക്ക് 7 വരുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? L/D ratio 385.71 mm എന്ന് വരും. അപ്പോൾ നമുക്ക് അതിനെ റൗണ്ട് ചെയ്തിട്ട് 400 mm ഇഫക്റ്റീവ് ഡെപ്ത് ആയിട്ട് എടുക്കാം. ഓൾസോ വി ആർ അസ്യൂമിങ് ആൻ ഇഫക്റ്റീവ് കവർ ഓഫ് 50 mm. ഇഫക്റ്റീവ് കവർ 50 mm ആണ് അസ്യൂം ചെയ്യുക. ദാറ്റ് മീൻസ് ഓവറോൾ ഡെപ്ത് ഇസ് ഈക്വൽ ടു 400 + 50 450 mm. അപ്പോൾ നമ്മൾ ഗിവൺ ഡീറ്റെയിൽസ് കഴിഞ്ഞു. അടുത്തത് ഇഫക്റ്റീവ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്തു. ഇഫക്റ്റീവ് ഡെപ്ത് കാൻറ്റിലിവർ ബീമിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ L/D റേഷ്യോ ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 7 എന്നുള്ള ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് is step number 3, that is a calculation of width B. B എന്ന width അല്ലേ. That is calculated as per B is in between 1/3 D or 1/2 D. ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും. ആൻഡ് വി ഗെറ്റ് ദ വാല്യൂ ആസ് 200 mm. ആൻഡ് ഇഫക്റ്റീവ് സ്പാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്ലിയർ സ്പാൻ പ്ലസ് ഡെപ്ത് ബൈ 2 ആണ്. ഇഫക്റ്റീവ് ഡെപ്ത് ബൈ 2 ആണ്. കാൻറ്റിലിവർ ബീം ആണല്ലേ. അപ്പോൾ 1 end ആണ് സപ്പോർട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇഫക്റ്റീവ് സ്പാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു സപ്പോർട്ട് വിഡ്ത്തിനുള്ള മാത്രം കൺസിഡർ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഡെപ്ത് ബൈ 2 ആൻഡ് വി ഗെറ്റ് ദ വാല്യൂ ആസ് 2900 mm. നെക്സ്റ്റ് സ്റ്റെപ്പ് ആസ് യൂഷ്വൽ കാൽക്കുലേഷൻ ഓഫ് അൾട്ടിമേറ്റ് ലോഡ് ആണ്. അൾട്ടിമേറ്റ് ലോഡ് മീൻസ് ടോട്ടൽ ലോഡ് ഇൻറ്റു 1.5. ടോട്ടൽ ലോഡ് ഇസ് എ സം ഓഫ് ഡെഡ് ലോഡ് ആൻഡ് ലൈവ് ലോഡ്. ഡെഡ് ലോഡ് ലൈവ് ലോഡൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് അവിടുന്ന് അൾട്ടിമേറ്റ് ലോഡ് കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ മൊമെൻറ്റ് MU ലിമിറ്റും ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. MU എന്ന് പറയുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഫോർ കാൻറ്റിലിവർ ബീം മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് WL²/2 ആണല്ലേ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 77.266 kN/m ആയിരിക്കും. നെക്സ്റ്റ് ലിമിറ്റിംഗ് മൊമെൻ്റ് ആണ്. ലിമിറ്റിംഗ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഓൺ കാൽക്കുലേറ്റിംഗ് വി ഗെറ്റ് ദ വാല്യൂ ആസ് 110.43 kN/m. ആൻഡ് വി ഹാവ് MU is less than MU limit. സോ ദ സെക്ഷൻ ഈസ് ആൻ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അടുത്ത സ്റ്റെപ്പ് നമ്പർ 7, ദാറ്റ് ഇസ് എ കാൽക്കുലേഷൻ ഓഫ് AST. നമ്മളിപ്പോൾ ഇതുവരെ ചെയ്തതിൽ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഡെപ്ത്ത് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് ലോഡ് ഡിറ്റർമൈൻ ചെയ്തു. ലോഡിൽ നിന്ന് ബെൻഡിങ് മൊമെൻറ്റിലോട്ടെത്തി. ബെൻഡിങ് മൊമെൻറ്റിൽ നിന്ന് നമ്മൾ ASTയിലോട്ടെത്തി അല്ലേ. AST കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്കറിയാം. അത് സോൾവ് ചെയ്തുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യും. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് AST = 612.97 mm² എന്ന് കിട്ടും.
ഇനി നമുക്കിവിടെ മെയിൻ ഡയമീറ്റർ ബാർ എന്ന് പറയുന്നത് 20 mm ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്പർ ഓഫ് ബാർസ് ആസ് യൂഷ്വൽ നമ്മൾ AST റിക്വയർഡ് ബൈ ഏരിയ ഓഫ് 1 ബാർ ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബാർ കിട്ടും, ദാറ്റ് ഈസ് 2 നമ്പർ. ആൻഡ് AST പ്രൊവൈഡഡ് കൂടി കാൽക്കുലേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് AST റിക്വയർഡിനേക്കാളും കൂടുതലാണ് പ്രൊവൈഡഡ് എന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് AST പ്രൊവൈഡഡ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന 2 നമ്പർ ഓഫ് ബാർ 20 mm ഡയമീറ്റർ ആണ്. സോ AST പ്രൊവൈഡഡ് ഈസ് 2 × π/4 20 സ്ക്വയർ ആൻഡ് വി ഗെറ്റ് ദ വാല്യൂ ആസ് 628.318 mm². നെക്സ്റ്റ് സ്റ്റെപ്പ്, ഈ ASTൻ്റെ മിനിമം ആൻഡ് മാക്സിമം ചെക്ക് ചെയ്യാം. മിനിമം AST നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത് 163.865 mm²ഉം മാക്സിമം AST എന്ന് പറയുന്നത് 3600 mm² ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ AST ഇൻ ബിറ്റ്വീൻ AST മിനിമത്തിൻ്റെയും മാക്സിമത്തിൻ്റെയും ഇടയ്ക്കാണ് പ്രൊവൈഡഡ് AST എന്നുള്ളത് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഷിയർ ഡിസൈനിലോട്ട് പോകാം. ഷിയർ ഡിസൈൻ ഓൾറെഡി നമ്മൾ 3-4 പ്രാവശ്യം ഡിസ്കസ് ചെയ്തു. സോ അതിൽ മെയിൻ സ്റ്റെപ്സ് മാത്രമേ ഞാൻ ഇവിടെ എഴുതി പോയിട്ടുള്ളൂ. VU ദാറ്റ് ഇസ് അൾട്ടിമേറ്റ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ ലോഡ് ഇൻറ്റു L അല്ലേ. കാൻറ്റിലിവർ ബീം ആകുമ്പോൾ WL ആണ് ഷിയർ ഫോഴ്സ് ആയിട്ട് വരുന്നത്. സോ അൾട്ടിമേറ്റ് ലോഡ് ഇൻറ്റു സ്പാൻ, എഫക്റ്റീവ് സ്പാൻ, അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അൾട്ടിമേറ്റ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 53.287 kN ആണ്. ദെൻ ടോവി, ടോസി ആൻഡ് ടോസി മാക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് വി ഫൗണ്ട് ദാറ്റ് ഷിയർ ഡിസൈൻ ഈസ് റിക്വയർഡ്. ഇതൊക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് സെക്കൻഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ഓൾസോ തേർഡ് മൊഡ്യൂളിൽ ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ആൻഡ് VUSൻ്റെ വാല്യൂ വിൽ ഗെറ്റ് ഇറ്റ് ആസ് 6.896 kN. അതിൽ നിന്ന് നമ്മൾ സ്പേസിങ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് എ വാല്യൂ അറൗണ്ട് 2000 സംതിങ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെക്കും കൂടി ചെയ്യുക. ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ പ്രൊവൈഡ് ചെയ്താൽ മതി അല്ലേ. 300 ദാറ്റ് മീൻസ് 0.75D, 300 mm ആൻഡ് ദ കാൽക്കുലേറ്റഡ് സ്പേസിങ്. ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും ചെറിയ സ്പേസിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്താൽ മതി, ദാറ്റ് ഈസ് 300 mm പ്രൊവൈഡ് ചെയ്താൽ മതിയാവും. So we can conclude that provide 2 legged 8 mm diameter bars as vertical stirrup at 300 mm center to center. ഇനി നമുക്കൊരു കാര്യം കൂടെ ചെക്ക് ചെയ്യണം. ASV മിനിമം ദാറ്റ്സ് റിക്വയർഡിനേക്കാളും കൂടുതലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ആൻഡ് ഹിയർ ദ ചെക്ക് ഈസ് സാറ്റിസ്ഫൈഡ്. അപ്പോൾ നമുക്ക് ഷിയർ ഡിസൈൻ കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ചു വരാം. ഡിഫ്ലക്ഷൻ്റെ ഒരു ചെക്ക് കൂടിയുണ്ട് അല്ലേ. ദാറ്റ് ഇസ് ഫോർ ദ എൻ്റെ ബീമിന് നമുക്ക് ഡിഫ്ലക്ഷൻ ചെക്ക് കൂടിയുണ്ട്. അത് നമുക്കറിയാം 23.2.1 ആസ് പെർ ദിസ് ക്ലോസ് L/D റേഷ്യോ ഷുഡ് ബി ലെസ് ദാൻ 7 into modification factors. And we know the modification factors are K1, K2 and K3. We'll get the values of K1, K2 and K3 from IS 456 2000 figure 4, 5 and 6 അല്ലേ. ആ ഒരു പാർട്ടിൽ നമുക്ക് ഞാൻ ഓൾറെഡി അത് ഗ്രാഫ് എടുത്ത് കാണിച്ചു തന്നാണ് ക്ലാസ്സിൽ. നമുക്ക് ഫിഗർ 4 5 6 FSൻ്റെ K1, K2, K3ൻ്റെ വാല്യൂ കിട്ടും. ആൻഡ് K1ൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് FS ആദ്യം അറിയണം. FSൻ്റെ ഇക്വേഷൻ എന്താണ്? 0.58 FY AST റിക്വയർഡ് ബൈ AST പ്രൊവൈഡഡ്. ഈ ഇക്വേഷൻ ഇതുപോലെ തന്നെ കോഡിൽ ആ ഗ്രാഫിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ FS കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അറൗണ്ട് 234.82 Nm² എന്ന് കിട്ടും. PT നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ K1 നമുക്ക് ഗ്രാഫിനെ റഫ്ലി ഇൻ്റർപോളേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് K1ൻ്റെ വാല്യൂ 1.1 കിട്ടും. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദാറ്റ് L/D റേഷ്യോയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവിടെ കിട്ടുന്ന വാല്യൂ 7.7 ആണ്. നമ്മുടെ ആക്ച്വൽ L/D റേഷ്യോ എന്ന് പറയുന്നത് 7.25 ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ 7.7. അങ്ങനെയാണ് നമ്മുടെ ഡിഫ്ലക്ഷൻ ചെക്ക് സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ. അടുത്തത് ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ കാൽക്കുലേഷൻ ആണ്. ഇക്വേഷൻ ഇസ് വെരി ക്ലിയർ. 0.87 FY 5/4 TOBD. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം TOBDയുടെ വാല്യൂ ആണ്. TOBD കംപ്രഷൻ HYST ബാർ ആയതുകൊണ്ട് 60% ഇൻക്രീസ് ചെയ്യണം. വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് TOBD ഫ്രം ക്ലോസ് 26.2.1.1ൽ നിന്ന് TOBDൻ്റെ വാല്യൂ ഇസ് 1.4 Nm/mm² എന്ന് കിട്ടും അല്ലേ. ഇനി ആ TOBDയിൽ നിന്ന് നമുക്ക് 60% ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ വിൽ ഗെറ്റ് ദ ന്യൂ TOBD ആസ് 2.24 Nm/mm². Then we'll calculate the development length as 810 mm എന്ന് കിട്ടും അല്ലേ. Then we can provide a development length of 810 mm. The next step is detailing. ഡീറ്റെയിലിങ്ങിൽ നമുക്ക് ഇതുവരെ കിട്ടിയ എല്ലാ റീഇൻഫോഴ്സ്മെൻറ്റ് ബാറിൻ്റെ ഡീറ്റെയിൽസും സ്റ്റിറപ്പിൻ്റെ ഡീറ്റെയിലിങ്ങും വെച്ചിട്ടുള്ള ഫിഗറാണ്. നമുക്കറിയാം യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. അത് കാൻറ്റിലിവർ ബീം ആകുമ്പോൾ ടോപ്പിലാണ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് 2 number of 20 mm bars അല്ലേ. നമുക്ക് ഡിസൈൻ ചെയ്ത് കിട്ടിയ 2 number of 20 mm bars. ആൻഡ് ബോട്ടത്തിൽ കൊടുത്തിരിക്കുന്ന ഗ്രീൻ കളർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ഹോൾഡർ ബാറാണ് അല്ലേ. സ്റ്റിറപ്പിന് കറക്റ്റ് പൊസിഷനിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഹോൾഡർ ബാറാണ്. അത് 2 number of 12 mm ബാർസാണ് യൂഷ്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ദെൻ വെർട്ടിക്കൽ സ്റ്റിറപ്സ് കാണിച്ചിരിക്കുന്നുണ്ട്. 8 mmൻ്റെ 2 legged വെർട്ടിക്കൽ സ്റ്റിറപ്സ് അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ. ഇതൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്തപ്പോൾ കിട്ടിയതാണ്. ആൻഡ് വിഡ്ത്ത്, ഡെപ്ത്ത്, ഇങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന എല്ലാ ഡീറ്റെയിൽസും കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഡ്രോയിങ് ആണ് ഡീറ്റെയിലിംഗ്. ഓക്കെ, ഐ തിങ്ക് എവറിത്തിങ് ഈസ് ഫൈൻ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ.
ഓക്കെ, താങ്ക് യു.